ബോൺ വോയിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു യാത്രാ വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഒരു ടെൻറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് നിലയ്ക്ക് നമുക്ക് ചെയ്യാം. കോൾമാൻ്റെ ഡാർവിൻ 3 എന്ന് പറഞ്ഞ 3 പേർക്ക് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻറ്റാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ബാഗിലാണ് സാധനം കിട്ടുന്നത്. മാറ്റിൻ്റെ അകത്ത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് അടിയിൽ വിരിക്കുന്ന ഒരു ഷീറ്റാണ്. ആ ഷീറ്റിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ മുകളിലേക്ക് വിരിക്കാനുള്ള ആ ഒരു ഇത് വരുന്നത്. ഇത്രയും വലിപ്പം വരുന്നുണ്ട്. ആ ഒരു സ്പേസ് അത്രയും ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. 3 പേർക്ക് കിടക്കാനുള്ള സൗകര്യമാണല്ലോ, അതുകൊണ്ട് ഇത്രയും സ്പേസ് വരുന്നുണ്ട്. ഇത് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാണിച്ചത്. ആദ്യം ഇങ്ങനെ വിരിച്ച് വെക്കുക. ആദ്യം നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങളിൽ വിരിക്കുകയാണെങ്കിൽ അതിന് മുന്നേ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ടാകുമ്പോൾ ഈ ടെൻറ്റിലധികം മണ്ണാവില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ മുറ്റത്ത് വൃത്തിയാക്കിയ സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങനെ വിരിച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റിക്കാണ്. ഇതാണ് ആ സ്റ്റിക്ക്. അപ്പോൾ ഇത് നമ്മൾ തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റിക്കാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലായിട്ടുള്ള പേര് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓരോ ഈ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു ടെൻറ്റിൻ്റെ സ്പേസിൽ നമ്മൾ ക്രോസ് ആക്കിയിട്ട് ഇടണം. അപ്പോൾ നമ്മൾ 2 സ്റ്റിക്കും ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് നടുക്ക് ഇനി അവിടെ കെട്ടുകയാണ് ചെയ്യേണ്ടത്. ആ കെട്ടിയതിന് ശേഷം ഈ 4 ഭാഗത്തും നമ്മൾ ആ ഒരു പിന്നിലേക്ക് അത് ഇറക്കി കൊടുക്കുക ചെയ്യേണ്ടത്. നാല് സൈഡിൽ നിന്നും നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് ക്ലിപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പ് ഓരോന്നും നമുക്ക് ഈ കമ്പിയിലേക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആ ഒരു ടെൻറ്റിൻ്റെ രൂപത്തിൽ ആയി മാറുന്നുണ്ട്. ടെൻറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്, അതിൻ്റെ ഓപ്പണിങ് ഇവിടെയാണ് വരുന്നത്. അതിന് ഇങ്ങനത്തെ ഒരു ഓപ്പണിങ് സൈഡിൽ സിബ് ഉണ്ട്. നമുക്ക് 2 സൈഡായിട്ട് ഉള്ളിന്നും പുറത്തുനിന്നും പൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സിബാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സിബ് തുറന്ന് അങ്ങനെ ആ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിലേക്കുള്ള സ്പേസ് കാണാം. ഇത്ര ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഫോണൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കാര്യമെല്ലാം ഉണ്ട്. 2 സൈഡിലും അങ്ങനത്തെ സ്പേസ് ഉണ്ട്. നമുക്ക് മുകളിൽ 2 സൈഡിലും വെൻറ്റിലേഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. അപ്പം ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹുക്കുണ്ട്. അപ്പം ഇനി പുറത്ത് ഉള്ള കവറിങ് ആണ് ഇനി ഇടേണ്ടത്. അപ്പോൾ ഇതാണ് പുറത്തിടുന്ന കവർ. ഇത് നമുക്ക് നേരെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു മുകളിലത്തെ കവറും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ടെൻറ്റ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ മണ്ണിലടിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ കുത്തി നിൽക്കുന്ന ഈ കുറ്റിയില്ല, അത് നമുക്ക് മണ്ണിലേക്ക് ഡയറക്റ്റ് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ കിട്ടുന്ന ക്ലാമ്പ് ഇതാണ്. ഇത് നമ്മൾ മണ്ണിലേക്ക് ഇതേപോലെ ഇങ്ങനെ കയറ്റണം. ഇങ്ങനെ കയറ്റിയതിന് ശേഷമാണ് ഇത് ഉറച്ച് നിൽക്കുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇവിടെ കിട്ടുന്ന എലാസ്റ്റിക് അങ്ങോട്ടേക്ക് വലിച്ചിട്ട് ആ ഒരു ക്ലാമ്പിലേക്ക് ഇടാനും പറ്റും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു കയറ് കിട്ടിയിട്ടുണ്ട്. 4 ഭാഗത്തും നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കയറാണ്. അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. അങ്ങനത്തെ സൗകര്യം നമുക്കിപ്പോൾ ഈ ടൈൽസിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന സാധനങ്ങൾ ഇതാണ്. അതെ, അപ്പം കോൾമാൻ്റെ ഡാർവിൻ 3 എന്ന് പറഞ്ഞ മോഡൽ ടെൻറ്റാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഇവിടെ 2 സൈഡിൽ നമുക്ക് വെൻറ്റിലേഷൻ ഉണ്ട്. വെൻറ്റിലേഷന് നമുക്ക് തുറന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് നമുക്കിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ 2 സൈഡിലുണ്ട്. ഡ്യുവൽ കളറാണ് വരുന്നത്, ഗ്രീനും ആഷും വരുന്നതാണ്. അപ്പോൾ ഇത് പുറത്തുള്ള ഒരു കവറിങ് നമുക്കിവിടെ സിബ് തുറന്നിട്ട് കയറാം. ഇത് ശരിക്കും നമ്മൾ വലിച്ച് കെട്ടാൻ പറ്റും കേട്ടോ. നമുക്ക് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി. ഇതിൻ്റെ അകത്ത്
ഈ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്യരുത്, സ്റ്റൗ ഉപയോഗിക്കരുത്, കാരണം തീ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പേസ്. അപ്പോൾ അങ്ങനെ കോൾമാൻ ഡാർവിൻ 310ൻ്റെ അൺബോക്സിങ് അല്ലെങ്കിൽ നമുക്ക് തുറന്നിട്ട് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇനിയുള്ള യാത്രകളിൽ നമുക്ക് ഈ ഒരു ടെൻറ്റ് യൂസ് ചെയ്തിട്ട് പുറത്ത് ഹോട്ടലുകളിൽ റൂം എടുക്കാതെ തന്നെ ടെൻറ്റ് അടിച്ചുകൊണ്ട് താമസിക്കാനുള്ളൊരു സൗകര്യം കൂടി നമുക്കായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ബോൺ വോയേജിൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.